ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും ഇല്ലാതെ ഞാൻ എന്താണോ കേരളത്തിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭ എന്താണോ കേരളത്തിൽ ഞാൻ തുടങ്ങിയത് 1995 യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നുള്ള ഒരു പോസ്റ്റ് ഏറ്റെടുത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിനു മുൻപ് 13ാമത്തെ വയസ്സിൽ ഞാൻ ഓർക്കുകയാണ്, എന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള RSSന്റെ പ്രഗത്ഭമതിയായിട്ടുള്ള A.O. ബാലകൃഷ്ണൻ എന്നെ കയ്യിൽ പിടിച്ച് ബാലഗോകുലത്തിന്റെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് 13 വയസ്സാണെങ്കിൽ ആ 13 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഞാൻ പ്രവർത്തിച്ച മണ്ഡലം എന്ന് പറയുന്നത് സംഘപരിവാർ പ്രസ്ഥാനമാണ്. അത് കഴിഞ്ഞതിനു ശേഷം 21 വയസ്സിൽ എനിക്ക് കിട്ടിയിട്ടുള്ള പോസ്റ്റ് യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് പോസ്റ്റാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസുകാരന്റെ വീട്ടിലെ അമ്മ കരഞ്ഞപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെ വീട്ടിലെ സഹോദരി കരഞ്ഞപ്പോഴും ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും നാട്ടിൽ വികസനം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏതൊരു സമരം കേരളത്തിൽ നടക്കുമ്പോഴും ജാതിക്കും മതത്തിനും കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായിക്കൊണ്ട് ഈ പൊതുമണ്ഡലത്തിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭ ഉണ്ടായിരുന്നു എന്നുള്ള ബോധ്യം പാലക്കാടിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ ശോഭ ചേച്ചിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ സജ്ജരായിരിക്കുന്നത്. കാരണം എന്താണ്? കേരള നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ ഐഡിയോളജിയും ഒപ്പം വികസന കാഴ്ചപ്പാടും ചർച്ച ചെയ്യപ്പെടണം എന്ന ആഗ്രഹമുള്ള ജനങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങളുടെ സഹോദരിയെ ചേർത്ത് പിടിക്കും എന്നുള്ള ബോധ്യം എനിക്കുണ്ട്.